പതിവ് പോലെ ഓണത്തെ വരവേറ്റ് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിൽ മെഗാ പൂക്കളം ഒരുങ്ങി. തൃശൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ അത്തം നാളിൽ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പൂക്കളം പൂർത്തിയാക്കിയിരിക്കുന്നത്. പൂക്കളം ഒരുക്കി പുലികളിയും കുമ്മാട്ടിയും ഒക്കെയായി ഓണത്തെ വരവേൽക്കുകയാണ് സാംസ്കാരിക തലസ്ഥാനം. ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് പതിവ് പോലെ തൃശ്ശൂരിൽ മെഗാ പൂക്കളം ഒരുങ്ങുകയാണ്. തൃശ്ശൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ വലിയ തയ്യാറെടുപ്പുകളൊക്കെ നടത്തി ഏകദേശം 2000-ലധികം കിലോയ്ക്ക് മുകളിൽ പൂക്കൾ എത്തിച്ചുകൊണ്ട് വലിയ മണിക്കൂറുകൾ നീണ്ട അധ്വാനം നടത്തിക്കൊണ്ടാണ് ഈ പൂക്കളം ഒരുങ്ങുന്നത്. നമ്മളിവിടെ എത്തുന്ന സമയത്ത് ആ പൂക്കളം ഇട്ടു തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ അത് മനോഹരമായൊരു പൂക്കളമായി മാറുന്നതിൻ്റെ കാഴ്ചകളാണ്, അവസാനവട്ട കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെ കാലമായി വടക്കുന്നാഥന് മുന്നിൽ ഇങ്ങനെ വലിയ പൂക്കളം ഒരുങ്ങുന്നത് ഓണത്തിനോടനുബന്ധിച്ചുകൊണ്ട് അത്തനാളിൽ അത്തരത്തിൽ പൂക്കളം ഒരുക്കിക്കൊണ്ടാണ് തൃശ്ശൂരുകാർ പൂക്കളത്തെ അല്ലെങ്കിൽ ഓണത്തെ വരവേൽക്കുന്നത്. നമ്മളോടൊപ്പം തൃശ്ശൂരിൻ്റെ സ്വന്തം, ഇന്ത്യയുടെ സ്വന്തം IM വിജയൻ ചേരുകയാണ്. മറ്റൊരു ഓണക്കാലം കൂടി തൃശ്ശൂരിലെ വലിയൊരു പൂക്കളം കൂടി. അതെ, എല്ലാ കൊല്ലമുള്ളതാണ്. നമ്മുടെ അടുത്ത ഏറ്റവും വലിയ പൂക്കളാണത്. ഇപ്പോൾ ഓണത്തിൻ്റെ തുടക്കമാണ്. അത് കഴിഞ്ഞിട്ടാണ് തുടങ്ങല്ല ഓണം. നമുക്ക് പറഞ്ഞാൽ മെയിൻ ഓണം എന്ന് പറഞ്ഞാൽ നാലോണമാണ്. ഇവരെല്ലാവരും ഓണം ഇങ്ങ് എത്തുന്നതിന് മുമ്പേ തൃശ്ശൂർ പുലികൾ തയ്യാറായിട്ടുണ്ട്. നമ്മളവിടെ അങ്ങനെ ഇപ്പോൾ ഈ പ്രാവശ്യം കുമ്മാട്ടി ഇഷ്ടംമാതിരി കുമ്മാട്ടിൻ്റെ എല്ലാ ദേശത്തുനിന്നും കുമ്മാട്ടിൻ്റെ, പിന്നെ പുലിക്കളി പുതിയതൊക്കെ ഉണ്ട്. നമ്മുടെ ഓളരിയുന്നുണ്ട്. ഈ തൃശ്ശൂരിന്റെ മാത്രം ഓണത്തിന്റെ ഒരു പ്രത്യേകതയാണല്ലോ ഈ പുലിക്കളിയും ഈ പറയുന്ന വലിയ പൂക്കളവും. കാരണം നമ്മളും തിരുവനന്തപുരത്ത് കുറേ കൊല്ലം ഉണ്ടായിരുന്നതാണ്. നമ്മൾ തിരുവനന്തപുരത്തെ കളിക്കുമ്പോൾ. പക്ഷെ അവിടെ ഓണാഘോഷ പരിപാടി ഉണ്ട്, 10 ദിവസമൊക്കെ ഓണാഘോഷ പരിപാടി. പക്ഷെ ഇങ്ങനത്തെ ഒരു വെറൈറ്റി സാധനം നമ്മുടെ അവിടെ മാത്രമേ ഉള്ളൂ, തൃശ്ശൂർ മാത്രമേ ഉള്ളൂ. നമുക്കൊപ്പം നിൽക്കുന്ന ഈ പുലികളെ കൂടി ഒന്ന് പരിചയപ്പെടാം. ഓണമായപ്പോൾ തന്നെ തൃശ്ശൂരിൽ പുലികൾ ഇറങ്ങി. ഒരു കൂട്ടം പെൺപുലികളാണ് നമുക്കപ്പോൾ. ചേച്ചിമാരെ, നിങ്ങൾ എവിടെ നിന്നാണ് ഈ പുലിവേഷത്തിലേക്ക് എത്താനുള്ളൊരു കാരണം എന്താ? ഞാൻ വിൻസ് കേരള എന്ന് പറഞ്ഞൊരു സംഘടനയിൽ നിന്നാണ് ഫസ്റ്റിൽ പുലിവേഷം അണിഞ്ഞത്. ഞങ്ങളുടെ വിനയ എന്നെ എന്ന് പറഞ്ഞൊരു മേഡം വയനാട്ടുകാരത്തിയാണ്. ആളാണ് ഈ പുലിക്കളിയിൽ സ്റ്റാർട്ടിങ്. ആളാണ് ഞങ്ങൾക്കുള്ളൊരു സ്പേസ് ഉണ്ടാക്കി തന്നത്. ഇന്നിപ്പോൾ അത്തം ദിവസത്തിൽ ഈ പൂക്കളം ഇടുന്ന സമയത്ത് നിങ്ങളിങ്ങനെ പുലിവേഷത്തിൽ വരാനുള്ള ഒരു കാരണം എന്താ? എല്ലാവരും ഞങ്ങൾ പെൺപുലികൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ എപ്പോഴും. അപ്പോൾ ഒരു ആർപ്പ് വിളിക്കാമല്ലോ. ഓക്കെ, വലിയ തയ്യാറെടുപ്പുകളൊക്കെ നടത്തി ഈ പൂക്കളം ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടത്ത് ആളുകൾ ഇങ്ങനെ പൂവിട്ടുകൊണ്ടിരിക്കും. ചേച്ചി, എത്ര സമയത്ത് എപ്പോൾ തുടങ്ങിയതാണ് ഈ പരിപാടികളൊക്കെ? ഇത് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഞങ്ങൾ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ശേഷം ഇപ്പോഴാണ് കുറച്ച് ലേറ്റ് ആയി തോന്നുന്നു, മഴ ആയതുകൊണ്ട്. ചേട്ടാ, ഈ പൂവൊക്കെ ചുവന്ന് മടുത്തോ? മടുക്കാന്ന് അത് അല്ല കൊല്ലമുള്ളല്ല സന്തോഷം. അതൊക്കെ ഞങ്ങൾക്ക് ഓണം ഓണത്തിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷം. ചേട്ടാ, ഇത് എത്ര സമയമായി നമ്മൾ ഈ പരിപാടിയൊക്കെ തുടങ്ങി? ഇത് 4 മണിക്കാണ്. 4 മണിക്ക് തുടങ്ങിയതാ. പുലർച്ചെ 4 മണിക്ക് തുടങ്ങിയ പൂക്കളം ഇടാൻ ആരംഭിച്ചതാണ്. ഈ സമയം വരെ പൂർത്തീകരിച്ചിട്ടില്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പൂക്കളം കാണാൻ ഇനിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ തൃശ്ശൂരിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തും. തൃശ്ശൂരിൽ സമയമുള്ള ആളുകളെല്ലാം ഈ പൂക്കളം കാണാൻ വേണ്ടി എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് 2-3 ദിവസത്തോളം ഈ പൂക്കളം ഇവിടെ തന്നെ ഉണ്ടാകും. പൂക്കളൊക്കെ വാടിക്കരിഞ്ഞതിന് ശേഷമായിരിക്കും ഇവിടെ നിന്ന് നീക്കം ചെയ്യുക. അതോടൊപ്പം തന്നെ ആ സമയത്തെല്ലാം പൂക്കളം കാണാനും ഫോട്ടോ എടുക്കാനുമൊക്കെ നിരവധി ആളുകൾ എത്തും. ഏതായാലും ഓണത്തിൻ്റെ വരവ് തൃശ്ശൂരുകാർ അറിയിച്ചു കഴിഞ്ഞു. മെഗാ പൂക്കളത്തിനൊപ്പം ഇന്ന് കുമ്മാട്ടിക്കാലം കൂടി ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ പുലിക്കളിക്കാലം കൂടി ആരംഭിക്കുകയാണ്. ഇതിനെല്ലാം തുടക്കം കുറിച്ചുകൊണ്ടുള്ള കൊടിയേറ്റ ചടങ്ങുകളും തൃശ്ശൂരിൽ നടക്കുന്നുണ്ട്. ക്യാമറമാൻ ജോസ്മോനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശ്ശൂർ.